നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ് പഴകി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു CPIയുടെ വനിതാ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിൽ സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ, ഇരകളെ സൃഷ്ടിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് CPI വനിതാ നേതാവ്. അപ്പോൾ CPI വനിതാ നേതാവ് പറയുമ്പോൾ അതിനകത്തൊരു ഗൗരവമുണ്ട്. കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കോൺഗ്രസ്സുകാരല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് CPIയുടെ വനിതാ നേതാവ്. തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിൽ കുറിച്ചു. അപ്പോൾ ഇപ്പോൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ ഫേക്ക് ന്യൂസായി മാറുകയാണോ? കോളിളക്കമുണ്ടാക്കി പാവപ്പെട്ടവൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും പോയി, പാർലമെൻ്ററി സ്ഥാനമൊക്കെ പോയിട്ട് ഇപ്പോൾ അതെല്ലാം ഫേക്കായി വരികയാണോ? പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം. നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നു. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു പ്രമുഖ ചാനലിനോടും കിളയ്ക്കാൻ പോടെ, വാഴ വെട്ടാൻ പോടെ എന്നാണ് ആ ചേച്ചി പറയുന്നത്, അല്ല ആ സഹോദരി പറയുന്നത്. നിനക്കൊക്കെ പോയി വെള്ളം കോരി കൊടുത്തൂടെ, അല്ലെങ്കിൽ കാറ് കഴുകി, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ പോടെ, സൊമാറ്റോയിൽ പോടെ, പോയി വല്ല പണിയെടുക്കടേ എന്നാണ് ചേച്ചി പറയുന്നത്. വനിതകളോട് പറയുന്ന വീട്ടു ജോലിക്കോ എന്തെങ്കിലും തൊഴിലുറപ്പുണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രീയെ കൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോടെ എന്നാണ് ഈ സഹോദരി പറയാതെ പറയുന്നത്. അങ്ങനെ അവർ പച്ചയ്ക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഞാൻ ശ്രീനാദേവി, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം, ML രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരുള്ള വീടിന് നിൽക്കുന്ന പ്രദേശത്ത് ജനപ്രതിനിധിയുമാണ്. അവരെയും കൂട്ടിച്ചേർത്ത 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ, വനിതാ റിപ്പോർട്ടർ, അപ്പോൾ തൊഴിലുറപ്പിന് പോകാം, എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആവശ്യമായ സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു. ഈ മാധ്യമങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ എന്നാണ് നമ്മുടെ ഈ വനിതാ ജില്ലാ പഞ്ചായത്ത് അംഗം ചോദിക്കുന്നത്. വേറെ പണിക്ക് പോടെ, അല്ലെങ്കിൽ പൊടി എന്നുള്ള സ്റ്റൈലിലാണ് പറയുന്നത്. ചുരുക്കത്തിൽ എന്തോരം കഥകളാണ് ഇറങ്ങുന്നത്. കോൺഗ്രസിനകത്ത് കൂടി വന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരയായി മാറുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതും ഒരു ചോദ്യമുണ്ട്. എല്ലാവരും കൂടി, കുറേ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് സഖാക്കളും ഗ്രൂപ്പ് നേതാക്കളും ഗ്രൂപ്പ് മാനേജർമാരും വിചാരിച്ചാൽ ആരെയും എന്തുമാക്കാൻ കഴിയുന്നൊരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കാറ്റിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീശുകയാണോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. കാരണം ആരും പരാതി കൊടുത്തിട്ടില്ല. അതിനിടയിലാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം, CPIയുടെ നേതാവ് ഇതുമായി ബന്ധപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. രാഹുൽ കഥ ഒരു അശ്ലീല കഥ പോലെ, മഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ പണ്ട് ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ തമ്പാനൂരൊക്കെ പോയി കഴിഞ്ഞാൽ ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോൾ അവിടെ ഈ മഞ്ഞ വീക്കിൽ വിൽക്കുന്ന ഒരു ആളുകളുണ്ട്. അപ്പോൾ കുറച്ച് നേരം നിൽക്കുകയും കുറച്ച് നേരം നോക്കുകയൊക്കെ ചെയ്താൽ ഉടനെ അയാൾക്ക് തോന്നുന്നു നമ്മൾ മഞ്ഞ വീക്കിൽ വാങ്ങിക്കാനാണ്. അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വീക്കിൽ വെച്ചിരിക്കുന്നത് പൊക്കിയിട്ട് മഞ്ഞ വീക്കിലെടുത്തതിൻ്റെ കണ്ണ് കാണിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ധാരാളം മഞ്ഞ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന കാലമാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ, പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞ മീഡിയ എന്ന് ഞാൻ സാറ്റലൈറ്റിലൊരു മഞ്ഞ മീഡിയ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിൽ തമാശ എന്തെന്ന് വെച്ചാൽ സ്ത്രീകളും അതിനകത്ത് വനിതാ റിപ്പോർട്ടറാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് വളരെ വേദനാകരമായ കാര്യം. എന്തായാലും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ അവർ വിചാരിച്ചാൽ തൊഴിലുറപ്പിൽ ജോലി വാങ്ങിച്ച് തരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ വനിതാ റിപ്പോർട്ടർക്ക് തീർച്ചയായിട്ടും തൊഴിലുറപ്പിലേക്ക് ഒരു സീറ്റ് കൊണ്ട് പോയി വാഴ വെട്ടുകയോ കുളം കുഴിക്കുകയോ ചെയ്യുക. ഈ പണി നിർത്തിയേക്കുക.